അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എവിടെയെന്ന് വെച്ചാൽ സൗദി അറേബ്യയിലെ യാംബു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്കിവിടെ ഒരു 3-4 ദിവസത്തെ പണിയുണ്ട് കേട്ടോ. നമുക്ക് പുതുതായിട്ട് കുറച്ച് കേബിളും കാര്യങ്ങളൊക്കെ അവിടെ വലിക്കാനുണ്ട്. ലീവ് കഴിഞ്ഞ് വന്ന ഒരാളെ അവിടെ കൊണ്ടാക്കാനുണ്ട്. റൂമിന്റെ അവിടുന്ന് ഒരു 3 മണിക്കൂർ യാത്രയാണ് നമുക്ക് വരുന്നത്. നിങ്ങളെ കമ്പനിയിൽ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറെ മെസ്സേജ് ഒക്കെ എനിക്ക് വരുന്നുണ്ട് കേട്ടോ. കുറെ ആൾക്കാർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഇപ്പൊ നമ്മളെ കമ്പനിയിൽ വേക്കൻസി ഒന്നും ഇല്ല. വേക്കൻസിയുടെ അവിടെ ഇവിടെയൊക്കെ കാണുന്നതൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഒന്നിന്റെ മോഡലുള്ള ബിൽഡിംഗ്. ഈ കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. പോകുന്ന വഴിക്കുണ്ട് ഒരു ഫാമിലി വഴിയിൽ വണ്ടി നിർത്തിയിട്ട് ഒട്ടകത്തിന് തിന്നാൻ കൊടുക്കണം. ഈ റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് 2 സൈഡിലും പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടാവില്ല. ആകെ പ്രത്യേകിച്ച് കാണാനുള്ളത് വെച്ചാൽ ഒട്ടകമുണ്ട്, ആടുണ്ട്, പിന്നെ 2 സൈഡിലായിട്ട് മരുഭൂമിയും ഉണ്ട്. ഈ യാംബുൽ വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും മലയാളികൾ ഫുട്ബോളിന്റെ 7th ടൂർണമെന്റ് മറ്റതൊക്കെ സംഘടിപ്പിക്കൽ കേട്ടോ. പ്രീമിയർ ലീഗ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാണാം. നമ്മളിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരണം തന്നെ ഇവിടെ സൗദിന്റെ ദാക്കർ റാലിയൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും അതും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതിനൊക്കെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. പിന്നെ നമ്മളെ ഇൻഫ്ലുവൻസറായ മുർഷിദ് ബാൻഡിഡേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മളേതായാലും ഒരു ഉച്ചയാവാറേക്കണ സൈറ്റിലെത്തിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ നിന്നില്ല. വേഗം നമ്മളെ പണി തുടങ്ങി. നമ്മളെ റാഫി അതുപോലെ തന്നെ എത്തിയപാടന്നെ മെഷീൻമത്തുള്ള ബോർഡൊക്കെ അയച്ചു തുടങ്ങിക്കണോ. നമ്മളെ നിസ്ഫലിന്റെ ഐഫോണിന്റെ ഒറിജിനൽ ചാർജർ ഈ ഹോട്ടലിൽ മറന്നു വെച്ചിരുന്നു മുന്നേ. അത് നമ്മളെ ഹോട്ടലിൽ കാക്ക നല്ലപോലെ എടുത്ത് വെച്ചിരുന്നു. മലയാളികൾ തന്നെയാണ്. ഇവരെ ഫുഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. അതിൻ്റെ ഉള്ളിൽ വലിയ സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഭക്ഷണം അടിപൊളിയാണ്. നമ്മളിവിടെ വരുമ്പോഴൊക്കെ മൂപ്പരെടുത്ത് നിന്നാണ് ഫുഡ് കഴിക്കൽ കൂടുതലും. പിന്നെ ജിദ്ദയിൽ അപേക്ഷിച്ച് യാംബുല് ഭക്ഷണത്തിനൊക്കെ സ്വല്പം റേറ്റ് കൂടുതലാണ്. ഫുഡ് കഴിക്കലേക്ക് കഴിഞ്ഞ് സൈറ്റിലെത്തി അടുത്ത പരിപാടികൾ വേഗം തുടങ്ങി. നമ്മളെ മെയിൻ മെക്കാനിക്ക് തൻവീർ എത്തിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും ചെയ്തു നോക്കുന്നുണ്ട് കേട്ടോ. തൻവീറിന് വേറെ സൈറ്റിൽ കുറച്ച് പണി ബാക്കി ഉണ്ടായതുകൊണ്ട് ഓന് ഒറ്റക്കാണ് വരുന്നത്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെയാണ് പണി നിർത്തിയിരിക്കുന്നത്. ഒരു 6:30 ആയപ്പോഴേക്ക് നമ്മളെ തൻവീറും അവിടെ എത്തിയിട്ടുണ്ട്. പണി ഇന്നേതായാലും നമുക്ക് ഫുള്ള് തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ നേരം വയ്ക്കി നിന്നിട്ടും കാര്യമില്ല. അപ്പോൾ പിന്നെ നേരെ റൂമിലേക്ക് പോവാണ്. നമ്മൾ അധിക സമയത്ത് യാംബുൽ വരുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു ഹോട്ടലിൽ തന്നെയാണ് റൂം എടുക്കൽ. റെഗുലർ കസ്റ്റമർ ആയതുകൊണ്ട് ഓരോ വരവിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ച് വരും. അത് കുറപ്പിക്കാനും നിസ്ഫലും മുടുക്കനുമാണ്. ഇവിടുത്തെ ഒരു ലിഫ്റ്റ് ഉണ്ട്, അത് പറയാതെ വയ്യ. നമ്മളെ റാഫിന് അതിലൊന്ന് കയറ്റണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ഒന്നും ആ ലിഫ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പൗതിക്കൊക്കെ കണ്ട് നിൽക്കും. അതാണെങ്കിൽ ഈ ഡോറ് തുറക്കണ നമ്മളെ പഴയ മോഡൽ ലിഫ്റ്റ് ആണ് കേട്ടോ. 5 ആളുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വലിയ റൂം തന്നെ എപ്പോഴും എടുക്കേണ്ടി വരും. റൂമും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, നല്ല വൃത്തിയുള്ളതാണ്. ആ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ 2 റൂമിനും കൂടി ഒറ്റ ബാത്റൂം ഉള്ളൂ. ഏതായാലും കിട്ടിയത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കിട്ടിയതിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ വേഗം ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. നമ്മൾ ഉച്ചക്ക് കഴിച്ചാൽ മലയാളി ഹോട്ടൽ ഏകദേശം നമ്മളെ റൂമിന്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കും വേണം. അതിന്റെ ഇടയിൽ കൂടി ഉണ്ട് നമ്മളെ പാകിസ്ഥാനി ഇന്ത്യയും കൂടെ ടിക്ടോക്കിലൊക്കെ അഭിനയിക്കും. ഓരോ അഭിനയിക്കലും നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയില്ല. നമ്മൾ ബഡ്ജറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് 4 ആൾക്ക് കൂടി 2 കറിയൊക്കെ പറയുള്ളൂ കേട്ടോ. നമുക്ക് അങ്ങനെയൊക്കെ ഒത്തു പോവുള്ളൂ ഫുഡിന്റെ കാര്യത്തിൽ. യാംബുലിന് ഒരു 5-6 മലയാളികളെ ഹോട്ടൽ തന്നെ ഉണ്ട് കേട്ടോ. ഗ്രീൻ ലീവ്സ്, ഹാപ്പി ഡൈന് പുതിയ വന്നതാ തോന്നുന്നുണ്ട്. ഇന്ത്യൻ ഡെലൈറ്റ്സ്, ടേസ്റ്റി, അങ്ങനെ വേറെ അതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഇത്രേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരണ്ട കേട്ടോ.